സ്വർണം കുറച്ചു ബാക്കിയുണ്ട്, വിവാഹത്തിനായി എടുക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എഴുതിയ കത്ത് പുറത്ത്. പ്രധാന വാതിലിന്റെയും ദ്വാരപാലകരുടെയും സ്വർണ്ണപ്പണി പൂർത്തിയാക്കിയ ശേഷം എന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണ ബാലൻസ് ഉണ്ടെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി എഴുതിയ കത്തിൽ പറയുന്നു. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ഡിസംബർ 9 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു കത്ത് എഴുതിയിരുന്നു. അതിങ്ങനെയാണ്: ശബരിമല ശ്രീകോവിലിന്റെ പ്രധാന വാതിലിന്റെയും ദ്വാരപാലകരുടെയും സ്വർണ്ണപ്പണി പൂർത്തിയാക്കിയ ശേഷം എന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ടെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ഏകോപിപ്പിച്ച് പിന്തുണയും ആത്മാർത്ഥതയും ആവശ്യമുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഇത് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇക്കാര്യത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ദയവായി നൽകുക എന്നാണ് കത്തിൽ പറഞ്ഞത്. കത്തിന്റെ അടിസ്ഥാനത്തിൽ അധിക സ്വർണം എന്തു ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് വ്യക്തത വരുത്തണമെന്ന് ദേവസ്വം സെക്രട്ടറി 2019 ഡിസംബർ 17 ആവശ്യപ്പെട്ടിരുന്നു. വിവാദത്തിന്റെ പ്രധാന കണ്ണിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ ചിലവിൽ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളുടെയും വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും സ്വർണം പൂശൽ സ്പോൺസർ ചെയ്യാൻ TDBയുടെ അനുമതി തേടിയിരുന്നു. 42.8 കിലോഗ്രാം ഭാരമുള്ള വസ്തുക്കൾ TDB പോറ്റിയുടെ കമ്പനിയായ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷന് കൈമാറി. സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകിടുകൾ ക്ഷേത്രത്തിലേക്ക് തിരികെ കൊണ്ടുവന്നപ്പോൾ അവയുടെ ഭാരം 38.28 കിലോഗ്രാമായി കുറഞ്ഞു. ഇതൊക്കെയാണെങ്കിലും ഈ വർഷം TDB പോറ്റിയെ സ്വർണം പൂശുന്ന ഒരു പദ്ധതി ഏൽപ്പിച്ചു. ക്ഷേത്രത്തിൽ നിന്ന് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ പാനലുകൾ ഉടൻ തിരികെ നൽകാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടതിനും ദേവസ്വം മാനുവൽ ലംഘിച്ചതിനും കോടതി നിയമിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ ഇക്കാര്യം അറിയിക്കാതിരുന്നതും ദേവസ്വം ബോർഡിനെ വിമർശിച്ചതിനും പിന്നാലെയാണ് ഇപ്പോഴത്തെ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. ക്ഷേത്ര സ്വത്തിന്റെ പവിത്രതയെയും ഭക്തർ അതിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെയും വഞ്ചിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതിന്റെ ഭയാനകമായ രീതി ഈ സംഭവം പ്രകടമാക്കിയതായി കോടതി പറഞ്ഞു. സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകിടുകളുടെ ഭാരം കുറച്ചതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ കോടതി ഈ ആഴ്ച ആദ്യം ഉത്തരവിട്ടു. TDB വിജിലൻസ് പോറ്റിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ഒരു ദിവസത്തിനു ശേഷം മുൻ പോലീസ് സൂപ്രണ്ട് S ശശിധർ അന്വേഷണത്തിന് നേതൃത്വം നൽകും. ക്രൈംബ്രാഞ്ച് മേധാവി അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് H വെങ്കടേഷാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. സൈബർ വിദഗ്ധർ ഉൾപ്പെടെ 3 ഇൻസ്പെക്ടർമാരും സംഘത്തിലുണ്ടാവും. അതേസമയം സ്വർണ്ണമോഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് MP ശശി തരൂർ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. കേരളത്തിലെ എല്ലാവർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും സംശയാസ്പദമായ എന്തോ ഒന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഞാൻ കരുതുന്നു. നിരവധി കിലോ സ്വർണം വകമാറ്റി ചെലവഴിച്ചതായി തോന്നുന്നു എന്ന ആരോപണങ്ങൾ. ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണവുമാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ ഒരു SIT അന്വേഷണം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ മുഴുവൻ പൊതുജനങ്ങളും വളരെയധികം ആശങ്കാകുലരാകും എന്നതാണ് വസ്തുത. സംഭവിച്ചതായി തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സർക്കാരിന്റെ കീഴിൽ കുറച്ചു വർഷങ്ങളായി തുടരുന്ന ഒരു വ്യവസ്ഥാപിത പ്രശ്നമാണിതെന്ന് തോന്നുന്നു. ഉത്തരവാദിത്തം അനിവാര്യമാണെന്ന് ഞാൻ കരുതുന്നു എന്നും അദ്ദേഹം പറഞ്ഞു.